പച്ചക്കള്ളം പൊളിഞ്ഞപ്പോൾ നിയമസഭയിൽ പറഞ്ഞത് തിരുത്തി വി.ഡി. സതീശൻ. പറവൂരിൽ നടന്ന പരിപാടിയിൽ സപ്ലൈകോ ഇടപെടലിനെ പ്രശംസിച്ചു എന്ന് വി.ഡി. സതീശൻ സമ്മതിച്ചു. സതീശന്റെ നിലപാട് മാറ്റം പറവൂർ പ്രസംഗത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ്. മന്ത്രി പച്ചക്കള്ളമാണ് പറയുന്നത്. ഞാൻ അവിടെ ഒരു യോഗം ഉണ്ടായിട്ടില്ല, അവിടെ സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അവിടെ ഒരു വൈകിയാണ് ഞാൻ ചെന്നത്. അപ്പോൾ അവിടെ യോഗം ക്യാൻസൽ ചെയ്യാൻ ഞാൻ പറഞ്ഞു, കാരണം സമയം വൈകിയതുകൊണ്ട്. എങ്കിലും ഞാൻ പോരാൻ നേരത്ത് അവരെന്നോട് എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് പറഞ്ഞു. യോഗമില്ലാതെ ഞാൻ 1 മിനിറ്റ് സംസാരിച്ചത് ശരിയാണ്, അത് എൻ്റെ ഓർമ്മ. ഞാൻ സംസാരിച്ചു, പക്ഷെ സംസാരിച്ച ഒരിടത്തും ഞാൻ സർക്കാരിനെ പ്രകീർത്തിച്ച് പറഞ്ഞിട്ടില്ല. സപ്ലൈകോയുടെ പ്രസക്തിയെ കുറിച്ചാണ് പറഞ്ഞത്. സാർ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞപ്പോൾ ഞാൻ മന്ത്രി പച്ചക്കള്ളം പറയാണെന്ന് പറഞ്ഞത് ഞാൻ പെട്ടെന്ന് പ്രകോപനം കൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ തന്നെ ഞാൻ ഇരുന്നപ്പോൾ തന്നെ സഭയിലെ മുതിർന്ന അംഗമായ ശ്രീ മാത്യു ടി തോമസ് എൻ്റെ അടുത്ത് വന്ന് ആ വാക്ക് അൺപാർലമെന്ററി ആണ്, അത് വാസ്തവ വിരുദ്ധം എന്നേ പറയാൻ പാടുള്ളൂ, തെറ്റാണെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന്റെ വാക്ക് അപ്പോൾ തന്നെ വിലക്കെടുത്ത് ഞാൻ സ്പീക്കർക്ക് ഇന്ന് ഞാൻ എഴുതി തന്നിട്ടുണ്ട്. എന്നെ പോലെ ഒരാൾ ഞാൻ സാർ 24 വർഷം കഴിഞ്ഞ് സഭയിൽ എൻ്റെ ഒരു വാക്കും ഇതുവരെ സഭാരേഖകളിൽ നിന്ന് ഒരു സ്പീക്കർ നീക്കം ചെയ്തിട്ടില്ല. ആ വിഷമം തോന്നുന്ന രീതിയിൽ കിടക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ തന്നെ എഴുതി കൊടുത്തിട്ടുണ്ട്, പറഞ്ഞത് നീക്കം ചെയ്യണം, ഞാനത് പിൻവലിക്കുന്നു. തീർച്ചയായും ഷീജ, നിരായുധനായി ഒടുവിൽ ഇതാ പ്രതിപക്ഷ നേതാവിന് അതുകൂടി സമ്മതിക്കേണ്ടി വന്നു. പ്രാദേശികമായി പ്രചരിച്ച ആ ദൃശ്യങ്ങളില്ലായിരുന്നെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഇത് വീണ്ടും ആവർത്തിച്ചേനെ. എന്തൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് ഇന്നലെ പറഞ്ഞത്, ഇന്ന് പറഞ്ഞ മാറ്റം? അജിംഷാദ്, ഇന്നലെ ഈ അടിയന്തര പ്രമേയത്തിന്റെ ചർച്ചയ്ക്കിടയിലാണ് മന്ത്രി GR എന്നിവ ഈ വിഷയം ഉയർത്തിക്കാട്ടിയത്. കാരണം പറവൂരിലെ സപ്ലൈകോഡ് ഔട്ട്ലെറ്റ് ഉദ്ഘാടനം ചെയ്തതും അവിടെ വി.ഡി. സതീശൻ സംസാരിച്ചതും അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് എഴുന്നേൽക്കുകയും അത് നിഷേധിക്കുകയും താൻ ഉദ്ഘാടനം ചെയ്തു പക്ഷേ സംസാരിച്ചിട്ടില്ല എന്നുള്ളൊരു നിലപാട് പറഞ്ഞു. അതിനൊപ്പം തന്നെയാണ് മന്ത്രി പറയുന്നത് പച്ചക്കള്ളമാണ് എന്നുള്ള കാര്യം കൂടി പറയുന്നത്. ഏതായാലും ഇതിലാണ് ഇപ്പോൾ ഇന്ന് ഒരു തിരിച്ചു വരുത്തിയിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ്. അതായത് താൻ ഇന്നലെ അങ്ങനെ പച്ചക്കള്ളം എന്ന് പറഞ്ഞത് പ്രകോപനത്തിന്റെ പുറത്താണ്, താൻ പ്രസംഗിച്ചില്ലെന്ന് പറഞ്ഞത് ഓർമ്മക്കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പച്ചക്കള്ളം എന്ന് താൻ മന്ത്രിക്കെതിരെ പറഞ്ഞത് അത് അൺപാർലമെന്ററി ആണ് എന്നുള്ളത് താൻ തിരിച്ചറിയുന്നു. ആ ഒരു സാഹചര്യത്തിൽ അത് നിയമസഭയുടെ രേഖകളിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ള കാര്യം സ്പീക്കർക്ക് എഴുതി നൽകിയിട്ടുണ്ട്. വാസ്തവ വിരുദ്ധം എന്ന് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു എന്നുള്ളൊരു നിലപാടാണ് ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചത്. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് അജിംഷാദ്, ഇന്നലെ ഈ ഒരു കാര്യം താൻ ഇങ്ങനെ സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത്. അതിൽ കൃത്യമായ രീതിയിൽ സപ്ലൈകോയിൽ സ്ഥാപനങ്ങളുണ്ടെന്നും സപ്ലൈകോയുടെ വിപണി ഇടപെടലടക്കം കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ഇന്ന് അങ്ങനെ തിരുത്തി പറയേണ്ടി വന്നു. ഒരു യുദ്ധമുഖത്ത് നിരായുധനായി നിൽക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ എല്ലാ ശരീരഭാഷയോടും കൂടിയാണ് അദ്ദേഹം തുറന്ന് സംഭവിക്കുന്നത്. പിന്നീട് അൺപാർലമെന്ററി ആയ വാക്കു പിൻവലിക്കാൻ പറഞ്ഞത്. പിന്നെ അത് മാത്രമല്ല, ഇന്ന് പറഞ്ഞതിലും പിശകുണ്ട്. കാരണം സപ്ലൈകോയെ പുകഴ്ത്തി, വർഷങ്ങളായുള്ള സപ്ലൈകോയുടെ ഇടപെടലെ സംബന്ധിച്ച് 13 ഇന സാധനങ്ങളുടെ സബ്സിഡിയെ സംബന്ധിച്ച് അതെല്ലാം വന്നോ എന്ന് ചോദിക്കുകയും അവിടുത്തെ റെസ്പോൺസ് കേട്ടിട്ട് അത് കൊള്ളാം എന്ന് പറയുകയും ചെയ്യുന്നതായ വാക്കുകൾ അടക്കമുണ്ട്. അപ്പോൾ ഇന്ന് പറഞ്ഞതിലും ചെറിയ പിശകുകളുണ്ട്. ഷീജ, തീർച്ചയായും ഇന്നിപ്പോൾ മറ്റു കാര്യങ്ങളിലേക്ക് കടന്നിട്ടില്ല. അതായത് താൻ പ്രസംഗിച്ചില്ല എന്നുള്ളതായിരുന്നു ഇന്നലത്തെ വാദം. അതുകൊണ്ട് പ്രസംഗിച്ചതിന്റെ വീഡിയോ പുറത്തു വന്നൊരു പശ്ചാത്തലത്തിൽ അത് വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു സാഹചര്യം കൂടിയാണ്. അത് വലിയ തോതിൽ തിരിച്ചടിയാകുന്നു എന്നുള്ളത് വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്നിപ്പോൾ അത് തിരുത്തുവാൻ വേണ്ടി താൻ സംസാരിച്ചു എന്നുള്ളൊരു കാര്യത്തിലേക്ക് എത്താൻ പ്രതിപക്ഷ നേതാവ് തയ്യാറായത്. പക്ഷേ സംസാരിച്ചതിന്റെ ഉള്ളടക്കം സംബന്ധിച്ചുള്ള കാര്യങ്ങളിലേക്ക് കടക്കുവാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറായില്ല. അത് അദ്ദേഹം ശ്രദ്ധാപൂർവ്വം തന്നെയാണ് അത്തരത്തിലൊരു നിലപാടെടുത്തത് എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. ശരി ഷീജ, ഷീജയാണ് വിശദാംശങ്ങൾ നൽകിയത്.